നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ IPLൻ്റെ ആവേശത്തിലേക്ക് അങ്ങ് മാറുകയാണല്ലോ. നാളെ ഉദ്ഘാടന മത്സരം. യെസ്, RCBയും SRHും തമ്മിൽ കിടിലനൊരു തുടക്കം നമുക്ക് നൽകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. അപ്പോൾ എല്ലാ തവണയും നമ്മൾ നടത്തി വരാറുള്ള മഹാമഹം IPL ഫാൻ ഫൈറ്റ് ഈ തവണയും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കഴിഞ്ഞ തവണ നിങ്ങളുടെ നല്ല പിന്തുണയോടുകൂടി മികച്ച രൂപത്തിൽ പോയി. കഴിഞ്ഞ തവണത്തെ അതേപോലെ തന്നെ ഇത്തവണ നമ്മൾ ഫാൻ ഫൈറ്റ് അവതരിപ്പിക്കുന്നത് നമ്മുടെ റാഫ്റ്റോ ക്രിക്കറ്റ് എക്സ്ട്രാ ചാനലിലാണ്. നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ അതിലാണ് ഇടുന്നത്. കഴിഞ്ഞ 2-3 കൊല്ലങ്ങളായിട്ട് അങ്ങനെ മാറിയിട്ടുണ്ട്. ഇതിൽ റാഫ്റ്റോ ക്രിക്കറ്റിൽ ഗൗരവതരമായ ചർച്ചകൾ, ഈ അനാലിസിസ്, വിശകലനങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ റോൾ പ്ലേ, തമാശ തരത്തിലുള്ള സംഭവം ഇടണ്ടെന്ന് കരുതിയിട്ടാണ്. ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ ക്രിക്കറ്റ് എക്സ്ട്രയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ തന്നെയാണ്, അത് ഇത്തവണയും അങ്ങനെ തന്നെയാണ്. റാഫ്റ്റോ ക്രിക്കറ്റ് എക്സ്ട്രാ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ തന്നെ ഞങ്ങളുടെ മറ്റ് ചാനലുകൾ എന്ന് പറഞ്ഞ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് റാഫ്റ്റോ ക്രിക്കറ്റ് എക്സ്ട്രാ കാണാൻ കഴിയും. അപ്പോൾ പതിവ് പോലെ ഒരു കാര്യം പറയട്ടെ. ഇതുണ്ടല്ലോ, ഈ നമ്മുടെ ഫാൻ ഫൈറ്റ് എന്ന് പറയുന്നത് ഒരു ആവേശത്തിൽ, ഈ IPLൻ്റെ ഒരു ആവേശത്തിൽ അങ്ങ് ഒരു റോൾ പ്ലേ പോലെ ചെയ്യുന്നതാണ്. അല്ലാതെ അത് സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഇങ്ങനെ കളിയെക്കുറിച്ചുള്ള ഡിബേറ്റും തർക്കവും ചർച്ചയും ഒക്കെ നടക്കും. അപ്പോൾ അതിൽ നമ്മൾ പല ആർഗ്യുമെൻറ്റ്സും പറയും. ചിലപ്പോൾ അപ്പം അങ്ങ് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി അടിച്ചു വിടുന്നതായിരിക്കും. അതിൽ വലിയ ലോജിക്കൊന്നും ഇല്ലാത്ത ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഇതങ്ങനെ തന്നെയാണ് ഇവിടെ. നമ്മളെ 2 ഫ്രണ്ട്സ് തമ്മിലുള്ള ചർച്ചയിലും തർക്കത്തിലും ഒക്കെ കളിയെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രസം ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. എല്ലാ തവണ നമ്മളിത് പറയാറുണ്ട്. എന്നാലും പല സുഹൃത്തുക്കൾക്ക് അത് കിട്ടാറില്ല, അത് മനസ്സിലാവാറില്ല. അതിൻ്റെ താഴെ വന്നിട്ട് എടാ റാഫി താനല്ലടാ അങ്ങനെ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും. അത് ഇതൊരു തമാശയ്ക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇപ്പം നമ്മളെല്ലാ വീഡിയോയുടെയും, എല്ലാ ഫാൻ ഫൈറ്റ് വീഡിയോയുടെയും മുകളിൽ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാറുണ്ട്. ഇത് IPL ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് റോൾ പ്ലേ ആയിട്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണെന്നൊക്കെ. എവിടെ ഏതൊക്കെ മറക്കും. കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ചോര എങ്ങനെ തെളിച്ചിട്ടുണ്ട്, RCB അവൻ പറഞ്ഞ പറച്ചിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിൽ നമുക്കെതിരെ തെറിയൊക്കെ വരും. അതൊക്കെ നമ്മളെല്ലാ തവണയും കാണാറുള്ളതാണ്. അപ്പോൾ ഇത്തവണയും നമ്മൾ സജീവമായിട്ട് ഒരു തർക്കവും തമാശയും ഒക്കെ ആയിട്ട് റാഫ്റ്റോ ക്രിക്കറ്റ് എക്സ്ട്രയിൽ നമ്മുടെ ഫാൻ ഫൈറ്റ് ഉണ്ട്. ആദ്യ എപ്പിസോഡ് നാളെ രാവിലെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ കളി കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് അടുത്ത ദിവസം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ അടുത്ത ദിവസം സ്റ്റുഡിയോയിൽ വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ടാണ് അത് അവതരിപ്പിക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. അതിപ്പോൾ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ അങ്ങനെയാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോസ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് സുഹൃത്തുക്കൾ പറയാറുണ്ട്. അപ്പോൾ കളി കഴിഞ്ഞ ഉടൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തവണ ഒരു സെപ്പറേറ്റ് സംഭവം കൂടി അവതരിപ്പിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഫാൻ ചാറ്റ് എന്ന രൂപത്തിലാണ്. ഒരുമിച്ച് കളി കാണുന്ന 2 പേര് പറയുന്ന കാര്യങ്ങൾ, കളിക്ക് മുമ്പ് കളിക്ക് ശേഷം 2 ടീമിൻ്റെ ഫാൻസായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫാൻ ചാറ്റ്. അത് സാധാരണ എൻ്റെ കൂടെ ആരാണ് കളി കാണാനിരിക്കുന്നത് അയാളായിരിക്കും എൻ്റെ കൂടെ ഉണ്ടാവുക, ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. വീട്ടിൽ നിന്നായിരിക്കും അധികം കളിയും കാണുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ വൈഫ് വലിയൊരു IPL ഫാനാണ്. ഭയങ്കരമായിട്ട് കളിയെ സീരിയസ് ആയിട്ട് കാണുകയും ഒക്കെ ചെയ്യുന്നു. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. വീട്ടിൽ ഭയങ്കര ആവേശമാണ്, കളിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ചാറ്റൊക്കെ ആയിട്ടായിരിക്കും അതുണ്ടാവുക. തമാശ രൂപത്തിലുള്ളത് അങ്ങനെ കണ്ടാൽ മതി. ഇപ്പോൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു വേർഷൻ എന്ന് മാത്രം. അത് നമുക്ക് റാഫ് ഫാമിലിയിലോ അല്ലെങ്കിൽ റാഫ് ഡയറിയിലോ നമുക്ക് കരുതുന്നത്. റാഫ് ഡയറിയിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. റാഫ് ഫാമിലി എന്ന് പറഞ്ഞ നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ അതിലായിരിക്കും നമ്മളത് അവതരിപ്പിക്കുക. ഏതായാലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് അവിടെയും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ നമുക്ക് ഇത്തവണ പൊളിച്ചെടുക്കണം.